നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം വിശ്വാസങ്ങൾ, അതനുസരിച്ച് ജീവിക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ, അത് ചിലപ്പോൾ അച്ഛനമ്മമാരാകാം, കൂട്ടുകാരാകാം, അവരെ വേദനിപ്പിക്കേണ്ടി വരുമോന്ന്? ആ ഇത് നമ്മളിൽ മിക്കവരും എപ്പോഴെങ്കിലുമൊക്കെ നേരിടുന്ന ഒരു ചോദ്യമാണല്ലേ? അതെ, ഒരു വലിയ ആശയക്കുഴപ്പമാണത്. എങ്ങനെയാണ് സ്വന്തം വഴിക്ക് പോകുമ്പോഴും ഈ ബന്ധങ്ങളൊക്കെ അതൊന്ന് നിലനിർത്താൻ പറ്റുക? വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നിങ്ങളിപ്പോ പറഞ്ഞ ആ ഓഡിയോ ക്ലിപ്പ് അത് ഈ വിഷയത്തിലൊരു എന്താ പറയുക, കുറച്ച് തീവ്രമായ ഒരു നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത്. ചിലപ്പോ കേൾക്കുമ്പോൾ അല്പം കഠിനമായിട്ട് പോലും തോന്നാം. ശരിയാണ്. മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി ജീവിക്കുന്നത് നിർത്തിയിട്ട് സ്വന്തം ഉള്ളിലെ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറയുന്ന പോലെ. അതെ, ഏതാണ്ട് അത് തന്നെ. നമ്മുടെ ആന്തരിക സത്യം അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ആഹ്വാനമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചിന്തയിലേക്ക്, ഈ ആശയത്തിലേക്ക് കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ പോയാലോ? ഇത് നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെയായിരിക്കും മാറ്റുക? എന്തുകൊണ്ടാണിത് ഇത്ര പ്രധാനമായി വരുന്നത്? തീർച്ചയായും ഈ ഓഡിയോയുടെ ഒരു കാതൽ എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപനം പോലെയാണ്. അത് കുടുംബത്തോടും ഓഡിയോയിൽ പറയുന്നത് പോലെ ഓ അച്ഛാ, ഓ അമ്മേ, ഭാര്യേ, സഹോദര, സുഹൃത്തേ എന്നൊക്കെ വിളിച്ചു പറയുന്നത് പോലെയാണ്. എന്താണ് ആ പ്രഖ്യാപനം? ഏതാണ്ട് ഇങ്ങനെയാണ്: ഇതുവരെ ഞാൻ ഒരു പരിധിവരെ നിങ്ങളുടെയൊക്കെ ഇഷ്ടങ്ങൾ നോക്കി ജീവിച്ചു. പക്ഷെ ഇനി ഞാൻ സത്യത്തിൻ്റേതാണ്. ഓഹോ. ഞാൻ ആത്യന്തികമായ ആ നിത്യമായ നിയമമല്ലാതെ വേറൊരു നിയമവും അനുസരിക്കില്ല എന്ന്. നിത്യമായ നിയമം, അത് കൊള്ളാമല്ലോ ആ വാക്ക്. ആ, എന്താണ് അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ ശരിയെന്നാണോ? അതൊന്ന്. അതെ, സാധാരണ നമ്മൾ പറയുന്ന സാമൂഹിക നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രതീക്ഷകളോ അല്ല. അതല്ല ഇവിടുത്തെ നിയമം. ഓരോരുത്തരുടെയും ഉള്ളിലെ ഒരു ശരിയുണ്ടല്ലോ, ഒരു ബോധ്യം, മനസാക്ഷി എന്നൊക്കെ പറയാം, ആ ആന്തരിക സത്യം. ആ, മനസ്സിലായി. അപ്പോ പുറത്തുള്ളവരുടെ ഇഷ്ടത്തിനല്ല, ഈ ഉള്ളിലെ നിയമത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് ഓഡിയോ പറയുന്നത്. പക്ഷേ ഇത് കേൾക്കുമ്പോ ബന്ധങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്ന പോലെയുണ്ടോ? ഇല്ല ഇല്ല, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കലല്ല, മറിച്ച് ആ ബന്ധങ്ങളെ പുതിയൊരു രീതിയിൽ, കൂടുതൽ സത്യസന്ധമായിട്ട്, ഓഡിയോയിൽ തന്നെ അഭൂതപൂർവമായ രീതിയിൽ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ സമീപിക്കാനാണ് ശ്രമം. ഓ. അതായത് മാതാപിതാക്കളെ നോക്കും, പങ്കാളിയുടെ വിശ്വസ്തനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ബന്ധങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഈ പറഞ്ഞ സ്വന്തം സത്യമായിരിക്കണം. അവിടെ വിട്ടുവീഴ്ചയില്ല. അപ്പോ ആ ഓഡിയോയിലെ ഞാനായിരിക്കണം, ആഴത്തിലുള്ളത് പവിത്രമാണെന്ന് ഞാൻ വിശ്വസിക്കും എന്ന ഭാഗം, അതിന് കൂടുതൽ വ്യക്തത വരുന്നുണ്ടിപ്പോ. അതെ, സ്വന്തം ഇഷ്ടം, അനിഷ്ടം, വിശ്വാസം ഇതൊന്നും ഒളിച്ചു വെക്കാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം തരുന്ന കാര്യമുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് ചെയ്യണം. അതാണ് പറയുന്നത്. പക്ഷെ ഇത് പ്രായോഗികമായിട്ട് എത്രത്തോളം എളുപ്പമാണ്? അതാണ് ചോദ്യം. ഓഡിയോ അവിടെയാണ് സത്യസന്ധതയുടെ പ്രാധാന്യം പറയുന്നത്. നിങ്ങളെ നിങ്ങളായിരിക്കുന്ന പോലെ നിങ്ങളുടെ ഈ സത്യസന്ധതയോടെ മറ്റുള്ളവർക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ അഭിനയിക്കുന്നത്, അത് നമ്മളെ തന്നെയും അവരെയും വഞ്ചിക്കലാണെന്നാണ് വാദം. നിങ്ങൾ സത്യസന്ധനാണെങ്കിലും എന്റെ അതേ സത്യത്തിലല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ പൊയ്ക്കോളൂ, ഞാൻ എന്റെ വഴിക്ക് പോകും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് കേൾക്കുമ്പോൾ കുറച്ച് സ്വാർത്ഥതയാണോ എന്ന് തോന്നിപ്പോകുമല്ലോ. ഒറ്റയടിക്ക് അങ്ങനെ തോന്നാം. പക്ഷേ അതിന്റെ പിന്നിലെ ആശയം എല്ലാവരുടെയും നന്മയ്ക്ക് അവസാനം നല്ലത് സത്യത്തിൽ ജീവിക്കുന്നതാണ് എന്നാണ്. ഒരുതരം റാഡിക്കൽ ഹോണസ്റ്റി പോലെ. എന്നാൽ ഈ നിലപാട് കാരണം പ്രിയപ്പെട്ടവർക്ക് വേദനിച്ചേക്കാം എന്ന് ഓഡിയോ തന്നെ പറയുന്നുണ്ടല്ലോ. അവരുടെ ആ ഒരു സെൻസിറ്റിവിറ്റി, അതിനെ രക്ഷിക്കാൻ വേണ്ടി എനിക്കെന്റെ സ്വാതന്ത്ര്യവും ശക്തിയും വിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കർക്കശ്യമില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതൊരു കോംപ്രമൈസ് ഇല്ലാത്ത നിലപാടാണ്. മറ്റുള്ളവരുടെ വേദനയെ ചിലപ്പോൾ അവഗണിക്കേണ്ടി വരും എന്നൊരു സൂചനയുണ്ട്. അത് ശരിയാണോ? ഓഡിയോ അതിനും ഒരു മറുപടി പറയുന്നുണ്ട്. അത് എല്ലാവർക്കും ചിലപ്പോൾ ചില തിരിച്ചറിവിന്റെ നിമിഷങ്ങൾ വരും, മൂമെന്റ്സ് ഓഫ് റീസൺ. അപ്പോ അവർക്ക് ഈ നിലപാടിന്റെ ശരി മനസ്സിലാവും. ഒരുപക്ഷെ അവരും ഇതേപോലെ ചെയ്യും എന്നും പറയുന്നു. പലരും കുടുംബത്തിന്റെയോ സമൂഹത്തിന്റെയോ ഒക്കെ സമ്മർദ്ദം കാരണം ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ മടിക്കാറുണ്ട്, അല്ലേ? ശരിയാണ്. അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷേ ഇതൊരു പ്രചോദനമായേക്കാം എന്നും ഓഡിയോ സൂചിപ്പിക്കുന്നുണ്ട്. തൽക്കാലം ഒരു വേദനയുണ്ടായാലും അവസാനം സത്യസന്ധതയാണ് നല്ലത് എന്നൊരു
ഒരു വിശ്വാസം. അപ്പോ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ചുരുക്കം എന്താണ്? മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കാതെ നമ്മുടെ ഉള്ളിലെ ആഴത്തിലുള്ള സത്യം അതായിരിക്കണം നമ്മുടെ വഴികാട്ടി എന്നാണോ? അതെ, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. നിങ്ങളുടെ ആ ഓതന്റിസിറ്റി അത് നിലനിർത്തുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തേക്കാൾ പ്രധാനമാണ്. കേൾക്കുമ്പോ ഒരു ഒരു ധൈര്യം തോന്നുന്നുണ്ട്. പക്ഷേ അതേസമയം ഇത് ജീവിതത്തിൽ പകർത്താനുള്ള ബുദ്ധിമുട്ടും ഓർക്കുന്നു. തീർച്ചയായും. ഇത് ചിലപ്പോൾ താൽക്കാലികമായിട്ട് ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കാം. പക്ഷേ ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ കൂടുതൽ ആത്മാർത്ഥമായ ബന്ധങ്ങൾക്ക് ഇതാവശ്യമാണെന്നാണ് ഈ ചിന്തയുടെ പക്ഷം. ഹും. പക്ഷേ ഇവിടെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. നിങ്ങളുടെ ആ ആഴത്തിലുള്ള പവിത്രമായ സത്യം അതിനുവേണ്ടി നിങ്ങൾ നിലകൊള്ളുമ്പോൾ അത് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരാളുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അതുമായിട്ട് നേർക്കുനേർ വരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതൊരു വലിയ ചോദ്യമാണ്. ഈ ആധികാരികത, ഈ ഒതന്റിസിറ്റിക്ക് വേണ്ടിയുള്ള ആഹ്വാനം, അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രായോഗികമാക്കാൻ നിങ്ങൾ തയ്യാറാണ്? ഇതിനൊരു ഒരൊറ്റ ഉത്തരമില്ല, അല്ലേ? അത് ഓരോരുത്തരും അവരവരോട് ചോദിക്കേണ്ടതാണ്.